ഗുട്രസിന് തെറ്റി. ഗാസയിൽ വേണ്ടത് വെടിനിർത്തലല്ല, യുദ്ധാന്ത്യമാണ്. പിന്നെന്തിന് വെടിനിർത്താൻ ഇസ്രായേലിനോട് പറയുന്നു? യുദ്ധം അവസാനിച്ച് കാണാനാണ് ലോകത്തെ മനുഷ്യജാതിയിൽപ്പെട്ട മിക്കവരും ആഗ്രഹിക്കുന്നത്. അത് അന്റോണിയോ ഗുട്രസ് പറഞ്ഞിട്ടല്ല. ഹമാസ് പക്ഷപാതം പിടിപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ വെടിനിർത്തൽ മതി. എന്നാൽ ഗുട്രസിനോട് ചോദിക്കുവാനും പറയുവാനും ചിലതുണ്ട്. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ, വെടിനിർത്തിയാൽ യുദ്ധത്തിന് അറുതിയാകുമോ? സമാധാനമാകുമോ? സമാധാനം എന്നത് ഹമാസിന്റെയും ഗാസ നിവാസികളുടെയും മാത്രം സുരക്ഷിതത്വമാണോ? മനുഷ്യാവകാശങ്ങൾ അവർക്ക് മാത്രമേയുള്ളൂ. അതിർത്തി ഭേദിച്ചെത്തി ഇസ്രായേൽ പൗരരെ വകവരുത്തിയും ബന്ദികളാക്കി രഹസ്യ സങ്കേതങ്ങളിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയും ചെയ്ത ഹമാസ് ഭീകരരുടെ പ്രവൃത്തിയാണോ സമാധാനം? വെടിനിർത്തൽ സമാധാനമാകില്ല. വീണ്ടും ഒരു അതിക്രമത്തിനൊരുങ്ങാൻ ഹമാസിനുള്ള അവസരം മാത്രമാണിത്. യുദ്ധത്തിന് അന്ത്യമാകണമെങ്കിൽ തുടങ്ങി വെച്ചവർ തന്നെ യുദ്ധഭാവത്തിന് അറുതി വരുത്തണം. യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസ് ആണ്. ഒക്ടോബർ 7-ന് അവർ അവസാനിപ്പിക്കേണ്ടത് പുറമെയുള്ള ഭാവവും നാട്യവുമല്ല. ഇസ്രായേലിനോടും യഹൂദരോടുമുള്ള നിത്യവിദ്വേഷവും അവരെ ഇല്ലാതാക്കുമെന്ന ലക്ഷ്യവും ഹമാസ് ഉപേക്ഷിക്കണം. അല്ലാഞ്ഞാൽ ഒക്ടോബർ 7-ന് ചെയ്ത അതേ ക്രൂരതയും അതിക്രമവും ഇടവേളയ്ക്ക് ശേഷവും ഹമാസ് വീണ്ടും ഇസ്രായേലിനോട് ചെയ്യും. വീടുകളിൽ ഹമാസ് കയറി ഇറങ്ങി നൂറുകണക്കിന് പേരെ കൊല്ലുന്നതും സ്ത്രീകളെ റേപ്പ് ചെയ്യപ്പെടുന്നതും ഇസ്രായേൽ വീണ്ടും കാണേണ്ടി വരും. അസ്ഥി തകരുന്ന വിധം പെൺകുട്ടികൾ ബലാത്കാരം ചെയ്യപ്പെടുന്നതും കൊലപ്പെടുന്നതും കുഞ്ഞുങ്ങൾ കുരുതി കഴിക്കപ്പെടുന്നതും ആവർത്തിക്കും. മേലിലും ബന്ദികളാക്കപ്പെടുന്നവരുണ്ടാകും. അവരും ഹമാസിന്റെ തടവിൽ ഇതേ ക്രൂരതകൾക്ക് ഇരയാകും. നരകീയ പീഡനങ്ങൾ ആവർത്തിക്കും. രാസപ്രയോഗത്താൽ ചിന്തയും ഓർമ്മയും തകരാറിലാക്കി ബന്ദികളെ ചിരിപ്പിച്ച് പ്രചാരണം നടത്തുന്ന ദുഷ്ടത തുടരും. കാരണം ഇതെല്ലാം ഹമാസ് ഭീകരരുടെ നിത്യവ്രതവും നിത്യ നിയമവുമാണ്. ഏത് ഗുട്രസ് കൽപ്പിച്ചാലും മര്യാദ കാട്ടി ഇനിയും ഈ ഹമാസ് ക്രൂരത അനുഭവിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നത് എങ്ങനെ? ഗുട്രസിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗുട്രസ് ആദ്യം ഉത്തരം പറയട്ടെ. ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് തള്ളിക്കയറി നിരായുധരും സാധാരണക്കാരുമായ 1400 പൗരരെ കൊലപ്പെടുത്തിയത് പോരാട്ടവും മനുഷ്യാവകാശ പാലനവും ആയിരുന്നു. ക്രൂരമായ റേപ്പുകളും കുട്ടികളിൽ ചിലരുടെ കഴുത്തറുത്തതും പോരാട്ടവും മനുഷ്യാവകാശ സംരക്ഷണവും ആയിരുന്നു. ഇസ്രായേൽ ഒന്നും ചെയ്യാതിരിക്കെ ജനസമൂഹത്തിലേക്ക് റോക്കറ്റുകൾ പായിച്ച് ദുരന്തം വിതച്ചത് പോരാട്ടവും മനുഷ്യാവകാശത്തിന് നിരക്കുന്നതും ആയിരുന്നു. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളടക്കം നിരവധി കുട്ടികളെയും പെൺകുട്ടികളെയും സ്ത്രീകളെയും വരെ ബന്ദികളാക്കി പീഡിപ്പിച്ചതാണോ പോരാട്ടവും മനുഷ്യാവകാശപരമായ നടപടിയും? ഹമാസിന്റെ കടന്നാക്രമണവും ക്രൂരതയും കയ്യടിയോടെ പിന്തുണച്ച പാലസ്തീനി കുട്ടികളും സ്ത്രീകളും അടങ്ങിയ ഗണമാണോ നിഷ്കളങ്കരായ പാലസ്തീൻ ജനത? കൊടും ക്രൂരതകൾക്ക് ഇസ്രായേൽ തിരിച്ചടി ആവർത്തിക്കാതിരിക്കാനുള്ള യുദ്ധ നടപടികളും മാത്രമാണോ ഗുട്രസ് കണ്ട ക്രൂരതയും മനുഷ്യാവകാശ ലംഘനവും? ഗുട്രസ് മറ്റു ചിലതും കൂടി കേൾക്കണം, ഓർമ്മിക്കണം. ഒരിക്കൽ അഭയം നൽകിയ ജോർദാനിലെ ഹുസൈൻ രാജാവിനെ വധിക്കുവാനും രാജ്യം പിടിച്ചെടുക്കാനും ശ്രമിച്ചവരല്ലേ പാലസ്തീൻ വിമോചന സംഘടന? ആ ഗുണം കൊണ്ടല്ലേ ജോർദാന്റെ സൈന്യം പാലസ്തീനികളെ കൂട്ടത്തോടെ പുറത്താക്കിയത്? അഭയം ലഭിച്ച ലെബനിൽ മര്യാദയ്ക്ക് കഴിഞ്ഞു കൂടുന്നതിന് പകരം അവിടെ ഇരുന്ന് നടത്തിയ വിധ്വംസക പ്രവൃത്തികളല്ലേ ലെബനിനെതിരെ ഇസ്രായേലിന്റെ നടപടിക്കും അതുവഴിയുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടവരുത്തിയത്? അഭയം നൽകിയ കുവൈറ്റിനെ ഇറാഖ് ആക്രമിച്ചപ്പോൾ ഇറാഖി സേനയ്ക്ക് പിന്തുണ മുഴക്കിയ ഗണമല്ലേ പാലസ്തീനികൾ? കുവൈറ്റ് തന്നെ പിന്നീട് പാലസ്തീനികളെ പുറത്താക്കിയത് ആരുടെ കുറ്റം കൊണ്ട്? മതഭ്രാന്തന്മാർ തലവേദനയായ ഈജിപ്ത് എന്തുകൊണ്ടാണ് പാലസ്തീനികളെ അടുപ്പിക്കാത്തത്?
മുസ്ലിം ബ്രദർഹുഡിന്റെ ജീനുള്ള പാലസ്തീനി ഹമാസ് കൂട്ടം വിരുന്നുകാരായാണോ അഭയാർത്ഥികളായോ എത്തുന്നത് കുഴപ്പമാകും എന്നതുകൊണ്ടല്ലേ? അഭയം കൊടുത്ത അറബ് രാജ്യങ്ങളുടെ അനുഭവം ഇതാണെങ്കിൽ ഇതറിയുന്ന മറ്റ് അറബ് രാജ്യങ്ങൾക്ക് പാലസ്തീനി ഹമാസ് ഗണത്തെ വേണ്ടെങ്കിൽ അത്തരക്കാരെയാണോ ഇസ്രയേൽ വിശ്വസിക്കേണ്ടത്? ഗുട്രസിന്റെയോ ഓർമ്മക്ഷയം ബാധിച്ച UN സംഘത്തിന്റെയോ ഹമാസിന്റെയോ വ്യാജ പ്രചാരണവും അവകാശവാദങ്ങളും എത്ര കൊഴുത്താലും പാലസ്തീനിലെ ഹമാസ് ദുഷ്ടതയുടെ ചിത്രം മറഞ്ഞിരിക്കുകയില്ല. യുദ്ധം ഹമാസിന്റെ സൃഷ്ടിയാണ്. അത് അവസാനിക്കേണ്ടതും അവരിലാണ്. ഗാസയെ ആകെ തുരന്ന് ഏത് നിമിഷവും ഇടിഞ്ഞമർന്നേക്കാവുന്ന വിധത്തിലാക്കിയതാണ് ഹമാസ് ഭരണം ഗാസയ്ക്ക് നൽകിയ നേട്ടം. സാധാരണ പൗരർക്ക് സംരക്ഷണം നൽകാതെ അവരുടെ പിന്നിൽ ഒളിച്ച് അവരെ കവചമാക്കിയ ഹമാസ് ജിഹാദികൾക്ക് അവിടുത്തെ ജനങ്ങളോട് അനുകമ്പയോ പരിഗണനയോ എവിടെ? എന്നിട്ടും രാസപ്രയോഗത്തിനിരയായ ഇസ്രയേലി ബന്ദികൾ ഹമാസിന് അഭിവാദ്യം നൽകി എന്ന് പ്രചരിപ്പിക്കുന്നത് പോലെ പാലസ്തീനികളും ഐഡിയോളജിയാൽ മത്തുപിടിച്ച ഹമാസിനെ അഭിവാദ്യം ചെയ്യുന്നു. സ്വയം നാശം ഏറ്റുവാങ്ങുന്നത് അറിയാതെ ഇത്തരത്തിൽ പാലസ്തീനികളെ കുരുതിയാടുകളാക്കാതെ വെറുതെ വിടാൻ ഹമാസിനോട് ഗുട്രസ് ആവശ്യപ്പെടട്ടെ. ഇപ്പോഴത്തെ ഹമാസിൽ നിന്ന് മുക്തമാകാതെ പാലസ്തീനികൾക്ക് സ്വസ്ഥ ജീവിതവും സമാധാനവും എന്നത് വ്യാമോഹമല്ലാതെ മറ്റെന്താണ്?